ഇത്രയും നമ്മൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് അറിയില്ല. അയാൾ പേടിച്ചെന്ന് പറയുന്നല്ലോ. അന്നേരം നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെയെങ്കിലും അയാൾക്ക് ആദരവായി, പിന്നെയും നമ്മൾ ബന്ധപ്പെടാം. ഒന്നും അയാൾ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കൊല്ലമായി എൻ്റെ മോളിൽ കിടക്കുന്നത്. അയാൾ സുഖമായിട്ട് ഗൾഫിൽ സുഖമായി ഇത്രയും ഇങ്ങനെയും ചെയ്തിട്ട് പിന്നെ ഇത് മറച്ച് വെച്ച് പിന്നെ ഇൻഷൂർ പണവും തട്ടി എന്നിട്ട് അയാൾ ഗൾഫിലേക്ക് കടന്നു. അയാൾ എൻ്റെ മോള് ഓടിച്ച് നടന്നോടി ഈ സമയത്ത് സ്കൂളിൽ പോകേണ്ട മോളായി കിടക്കുന്നത്. ഒരു വർഷമായി. ആലോചിച്ച് നമസ്കാരം. കോഴിക്കോട് വടകര വെച്ച് കഴിഞ്ഞ വർഷം 9 വയസ്സുകാരി ദൃഷാന എന്ന പെൺകുട്ടിയെ വാഹനമിടിച്ച് അപകടപ്പെടുത്തി കടന്നു കളഞ്ഞ കേസിലെ പ്രതി ഷജീലിനെ കഴിഞ്ഞ ദിവസം പോലീസ് കോയമ്പത്തൂർ വെച്ച് അറസ്റ്റ് ചെയ്തു. അപകടത്തിന് ശേഷം വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിലെത്തിയ പ്രതിയെയാണ് കോയമ്പത്തൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയത്. പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2024 ഫെബ്രുവരി മാസം 17-ാം തീയതിയായിരുന്നു ദൃഷാനയെയും മുത്തശ്ശി ബേബിയെയും വടകര വെച്ച് അമിത വേഗത്തിൽ പ്രതിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ദൃഷാനയുടെ മുത്തശ്ശി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ദൃഷാന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡിസംബറിലാണ് ദൃഷാന ഡിസ്ചാർജായി. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്ത് തന്നെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ് കുടുംബം. എന്തൊക്കെയായാലും ഏകദേശം 10 മാസക്കാലത്തോളം ഈ കേസിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ആരാണ് പ്രതി എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വാഹനം കണ്ടെത്തുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ ഫെബ്രുവരിയിൽ പ്രതിയെയും പിടികൂടിയിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ. എന്തൊക്കെയായാലും ഇതേക്കുറിച്ച് ദൃഷാനയുടെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം പോലീസുകാർ അതിനെക്കുറിച്ച് തന്നെ പ്രതിനെ പിടിച്ചതിന് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ ഇൻഷൂർ പണോ എല്ലാം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്നറിയാം. അതുകൊണ്ട് അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത്. എല്ലാ ചാനലിനോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു കൊല്ലമായി എൻ്റെ മോളിൽ കിടക്കുന്നത്. അയാൾ സുഖമായിട്ട് ഗൾഫിൽ സുഖമായി ഇത്രയും ഇങ്ങനെയും ചെയ്തിട്ട് പിന്നെ ഇത് മറച്ച് വെച്ച് പിന്നെ ഇൻഷൂർ പണവും തട്ടി എന്നിട്ട് അയാൾ ഗൾഫിലേക്ക് കടന്നു. അയാളെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ചെയ്യുമോ? ഒരു പിഞ്ചു കുഞ്ഞല്ലേ, രണ്ടാളെയല്ലേ, ജീവനല്ലേ ഇങ്ങനെ കിടക്കുന്നത് കണ്ടും കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അയാൾക്ക് നിയമപരമായിട്ടുള്ള പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ റോഡ് അപകടത്തിൽ എന്ന് വെച്ചാൽ ശിക്ഷകളൊന്നും ഇല്ലാന്ന്, പക്ഷെ അങ്ങനെയല്ലല്ലോ, കരുതിക്കൂട്ടി സംഭവം ശരി തന്നെയാണ് സംഭവിച്ചു. എന്നാൽ അങ്ങനെയല്ല, മനുഷ്യത്തുള്ള ആളാണെങ്കിൽ അന്നേരം തന്നെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെയെങ്കിലും വന്ന് അല്ലെങ്കിൽ ഈ ചാനലിലെല്ലാം വന്നിട്ട് മോളെ അവസ്ഥ കണ്ടാൽ നമ്മളോട് ഒന്ന് വിളിച്ചോ പറയോ എന്തെങ്കിലും ചെയ്തതാണ് നമുക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കാം. ഇതെല്ലാം ചെയ്തിട്ട് അയാൾ ഒരു കൊല്ലം വരെ എൻ്റെ മോളെ ഈ സ്ഥിതി കണ്ടും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ ഒരു മനുഷ്യത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള എന്ത് ശിക്ഷ അയാൾക്ക് പിന്നെ വെച്ചാൽ ഒരാളെ കൊല്ലുന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ടൊക്കെ ഉള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. പ്രതി പറയുന്നത് പോലീസ് പിടിച്ചപ്പോൾ അത് പേടിച്ചിട്ടാണ് കടന്നു കളഞ്ഞെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പേടിച്ചിട്ടെന്ന് പറഞ്ഞാല് അത് സമയം പേടിച്ച് അന്ന് സംഭവിച്ചെങ്കിൽ അയാൾക്ക് പിറ്റേന്നെങ്കിലും റോഡ് അപകടങ്ങൾ എന്തെല്ലാം കേൾക്കുന്നത് വാർത്തകളിലെല്ലാം എന്തെല്ലാം അപകടങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഹാജരാകണം എന്നുള്ള നമുക്കറിയാലോ. അപ്പൊ നിയമങ്ങൾ എല്ലാ വശങ്ങളും അറിയുന്ന ആൾക്കാരാണോ ഇങ്ങനെ ചെയ്യുന്നത്? പേടിച്ചാൽ എന്താ കൊല മറ്റുള്ളതൊന്നും അല്ലല്ലോ. അപ്പൊ എന്താ ആ ചെറിയ ശിക്ഷയല്ലേ അയാൾക്ക് കിട്ടും. പക്ഷെ ഇതിപ്പോ അയാളിപ്പോ ലോകം മുമ്പ് അറിഞ്ഞ് എത്ര ഇതിന്റെ കുടുംബം അയാളെ കുടുംബം എല്ലാം അയാൾക്ക് ആലോചിച്ചാ പോരെ ഇങ്ങനെ സംഭവിക്കുന്നു. ഇപ്പൊ നമ്മളെ ജീവിതം പോയി. എൻ്റെ മോള് ഓടിച്ച് നടന്നോടി ഈ സമയത്ത് സ്കൂളിൽ പോകേണ്ട മോളായി കിടക്കുന്നത്. ഒരു വർഷമായി. ആലോചിച്ച് നോക്കിയാട്ടെ, ഏതൊരു അമ്മക്ക സഹിക്കാൻ പറ്റും? എത്ര മക്കളെല്ലാം സ്കൂളിൽ പോകുന്നതെല്ലാം കണ്ടുകൊണ്ട് ജന്മനാൽ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല. ജന്മനാലിൻ്റെ മോൾ അങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷെ അതല്ലല്ലോ, കണ്ണു മുന്നിന്ന് ഒരു മോൾക്കും സ്വന്തം അമ്മയും തെറിച്ച് അപകടം പറ്റുമോ ചെയ്തൊരാൾക്കാ സഹിക്കാൻ പറ്റുമോ? ഇത്രയും നമ്മൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് അറിയില്ല. അയാൾ പേടിച്ചെന്ന് പറയുന്നല്ലോ. അന്നേരം നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെയെങ്കിലും അയാൾക്ക് ആദരവായി, പിന്നെയും നമ്മൾ ബന്ധപ്പെടാം. ഒന്നും അയാൾ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നിയമ നടപടികളിലൂടെ നിങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ?
പ്രതീക്ഷയുണ്ട്. എന്തായാലും പോലീസുകാർ ഇത് കേസ് ക്രൈംബ്രാഞ്ചിന് ഏറ്റുകൊടുത്തുതരാം. ഈ കേസ് തെളിയിച്ചത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് അവരോട് വലിയ നന്ദിയുണ്ട്. എന്തായാലും വെച്ചാൽ ഇതൊരു തെളിയാണ്ട് കിടക്കുന്ന ഒരു കേസാവുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു സാധാരണ ഒരു റോഡ് അപകടത്തെ പോലെ എത്രയോ കേസുകൾ അങ്ങനെ ഇത് ഇട്ടിട്ട് ഒരു വർഷങ്ങൾ നമ്മൾ ഈ മോളെ ഇങ്ങനെ ആയാലും എത്രയോ ആൾ വിളിച്ചിനേനു നമ്മളെ ഇങ്ങനെ അപകടം പറ്റി നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ആയിട്ട് ഇന്ന് വരെ ഒന്ന് തെളിയാണ്ട് കിടക്കുന്ന കേസ് അങ്ങനെ തന്നെ ആയിപ്പോലും. പക്ഷെ നമ്മളെ ഇതുകൊണ്ട് ഒരു 6 മാസമായിട്ട് ഇതിനൊരു തെളിവും ഇല്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ ചാനലിലെല്ലാം കൊടുത്തത്. ആ ചാനലിൽ കൊടുത്തതിന് ശേഷം ഹൈക്കോടതി മോളെ കേസ് കണ്ടിട്ട് ഏറ്റെടുത്തതും അങ്ങനെയാണ്. പിന്നെ ഹൈക്കോടതി മോളെ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ഈ കേസ് തെളിയാൻ കാരണം ചാനലിൽ കൊടുത്തത് മാത്രം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് തെളിയൂല. ഇതൊരു റോഡ് അപകടം പോലെ തെളിയാതെ കിടക്കുന്ന ഒരു കേസായിരിക്കും. എൻ്റെ മോക്ക് നീതിയും കിട്ടൂല, എൻ്റെ അമ്മക്കും നീതിയും കിട്ടൂലേനു. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് പോലീസ് ഇപ്പം ഈ കേസ് ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് നന്ദി പറയാനായി. അതേസമയം പേടി കാരണമാണ് താൻ ഇത്ര കാലവും നാട്ടിലേക്ക് വരാതിരുന്നത് എന്നാണ് പ്രതിയായ ഷജീൽ ഇക്കാര്യത്തിൽ പോലീസിനോടും മാധ്യമങ്ങളോടും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം. എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് എന്നൊരു ആരോപണവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ തങ്ങൾക്ക് വ്യാജരേഖ ചമച്ചുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം തട്ടിയെടുത്തു എന്ന പേരിൽ ഒരു പരാതി പ്രതിയായ ഷജീലിന് മേൽ ചുമത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഒരു വർഷക്കാലം നീണ്ട ഈ അമ്മയുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാം കാത്തിരിപ്പിനാണ് ഒടുവിൽ അറുതിയായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നാണ് ദൃഷാനയ്ക്കും മുത്തശ്ശിയായ ബേബിക്കും അപകടം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഫെബ്രുവരി 10 ആകുമ്പോഴേക്കും പ്രതിയെ പിടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.